Hello everyone, welcome to Psychology and Life by Kaveri. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും വിക്ടിംസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കിട്ടുന്നത്. ഒരു മാരേജ് ഫെയിലായി എന്നിട്ടും അവർക്ക് രണ്ടാം വിവാഹത്തിന് മറ്റൊരു സ്ത്രീയെ കിട്ടുന്നു, അത് ഫെയിലായി വീണ്ടും മൂന്നാം വിവാഹത്തിന് കിട്ടുന്നു, അത് ഫെയിലായി വീണ്ടും നാലാം വിവാഹത്തിന് കിട്ടുന്നു. അപ്പൊ ഇത്തരത്തിലൊരു റിപ്പീറ്റഡ് പാറ്റേൺ കണ്ടിട്ടും നേരത്തെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ഈ വ്യക്തിയെ പറ്റി വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പറയുന്നത്. അയാൾ ചെയ്തിട്ടുള്ള എല്ലാ അബ്യൂസിനെ പറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും എന്തുകൊണ്ടാണ് ഇയാൾക്ക് വിക്ടിം ആക്കാൻ പറ്റിയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കിട്ടുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഡാർക്ക് സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യുന്നത്. അപ്പൊ വിക്ടിംസിനെ ഇവരുടെ ട്രാപ്പിൽ വീഴ്ത്തിക്കുന്ന അല്ലെങ്കിൽ ആ ട്രാപ്പിൽ തന്നെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫാക്ടർ ദ പവർ ഓഫ് ലവ് ബോംബിംഗ് ആണ്. അതായത് ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് ഫേസ് ഐഡിയലൈസേഷൻ ഫേസ് എന്നാണ് നമ്മൾ പറയാം. ഈ ഫേസിൽ നാർസിസിസ്റ്റിക് പാർട്ട്ണർ ഉപയോഗിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ആണ് ലവ് ബോംബിംഗ്. അതായത് ഇവർ ഈ വിക്ടിമിന് അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതലുള്ള അഫെക്ഷനും അറ്റൻഷനും അപ്രിസിയേഷനും ഒക്കെ കൊടുക്കും. അതുപോലെ ഒരുപാട് എഫേർട്ട് എടുത്ത് വളരെ ദൂരം ട്രാവൽ ചെയ്ത് അവരെ കാണാൻ വരിക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കൊടുക്കുക, ചിലപ്പോൾ അവരുടെ പേരിൽ കാറ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവർ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹം, നീയാണ് എന്റെ ലൈഫിലെ സോൾമേറ്റ്, എനിക്കിനി എന്റെ ലൈഫിൽ വേറെ ഒരു ഗോൾസും അച്ചീവ് ചെയ്യാനില്ല, നിന്റെ സക്സസ് കാണാന്നുള്ളത് മാത്രമാണ് എന്റെ ഏക ആഗ്രഹം. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്തെല്ലാം ഈ പാർട്ട്ണറെ വളരെ പുകഴ്ത്തി സംസാരിക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്കൊരു ഡ്രീം ലൈഫ് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ, ഈ വ്യക്തിയാണ് ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണർ ആക്കേണ്ടത് എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഇത്രയേറെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന, ഇത്ര അറ്റൻഷൻ തരുന്ന, അപ്രിസിയേഷൻ തരുന്ന വേറെ ആരും നമുക്ക് കിട്ടാനാണ് എന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരുപാട് മോശപ്പെട്ട ബിഹേവിയേഴ്സ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തി എൻ്റെ അടുത്ത് വളരെ നല്ലതാണല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ എൻ്റെ നേരിട്ടുള്ള അനുഭവം വിശ്വസിച്ചാൽ പോരെ, ബാക്കിയുള്ളവർ പറയുന്നത് ഞാൻ എന്തിന് കണക്കിലെടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കായിരിക്കും വിക്ടിം വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളും പലപ്പോഴും ആ രീതിയിലല്ലേ ചിന്തിക്കാറുള്ളത്. രണ്ടാമത്തെ ഒരു റീസൺ എന്നുള്ളത് ഐ എം ഡിഫറെന്റ് ഇല്യൂഷൻ. അതായത് ഞാൻ ഡിഫറെന്റ് ആണ്, ഞാൻ അവരെ പോലെയൊന്നും അല്ല, അല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ചെയ്യുന്ന മറ്റൊരു മാനിപ്പുലേഷൻ ടാക്ടിക് ആണ് പ്ലേയിങ് ദ വിക്ടിം. അതായത് ഇവര് പുതിയ പാർട്ട്ണറെ ധരിപ്പിച്ചിരിക്കുക, പഴയ റിലേഷൻഷിപ്പിൽ ഞാനാണ് സഫർ ചെയ്തത്, ഞാൻ അവിടെ ഒരു വിക്ടിം ആയിരുന്നു, എന്റെ ഭാര്യയായിരുന്ന വ്യക്തി എന്നെ നിരന്തരം അബ്യൂസ് ചെയ്യുകയായിരുന്നു, അവരെന്നെ ചീറ്റ് ചെയ്തു, അവരെന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക രോഗമാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവർ ആ റിലേഷൻഷിപ്പിൽ അത്രയും സഫർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് നമ്മൾ കണ്ടാലും ഇവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും ഇത്രയും സഫർ ചെയ്ത് വന്നൊരു വ്യക്തിയല്ലേ, ഞാൻ വേണം ഇനി ഇയാൾക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, ഞാൻ ഇയാളുടെ ഒരു സേവിയർ ആയിട്ട് ആക്ട് ചെയ്യണം, എനിക്ക് സ്നേഹം കൊണ്ട് ഇയാളെ മാറ്റാൻ പറ്റും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഈ വ്യക്തിമിന്റെ ഉള്ളിൽ അടിയുറച്ചു പോകും. അതുപോലെ തന്നെ മറ്റേ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആവാൻ കാരണം ആ വ്യക്തിയുടെ കുഴപ്പമാണല്ലോ, ആ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ്, പക്ഷെ ഞാൻ ഡിഫറെന്റ് ആണ്, ഞാൻ അവരെ പോലെയല്ല, അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ഇയാൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് വ്യത്യാസമായിട്ടാണല്ലോ, എന്നോട് ഇത്രയും സ്നേഹത്തോടെയും അഫെക്ഷനോടെയും ഒക്കെയാണ് ഇയാൾ പെരുമാറുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള ഒരു ഇല്യൂഷൻ അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു റീസൺ സ്മിയർ ക്യാമ്പയിൻസ് ആണ്. അതായത് ഇവർ പഴയ പാർട്ട്നേഴ്സ് വളരെ മോശപ്പെട്ട ആളുകളാണെന്നുള്ളത് ഇവരും ഇവരുടെ ഫ്ലൈങ് മങ്കീസിനെ കൊണ്ട് പരക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് പബ്ലിക് പെർസെപ്ഷനെ പോലും അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവരാണ് അതിനകത്ത് സഫർ ചെയ്തത്, ബാക്കിയുള്ള അവരുടെ എക്സ് പാർട്ട്നേഴ്സ് എല്ലാവരും കുഴപ്പക്കാരായിരുന്നു എന്നുള്ളൊരു ധാരണ ചുറ്റുമുള്ള ആളുകളിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പുതിയ പാർട്ട്ണറെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുക, ഈ പഴയ പാർട്ട്നേഴ്സ് ചെയ്തിരുന്ന ദ്രോഹങ്ങളൊക്കെ പറഞ്ഞ് ഈ പുതിയ ഭാര്യയെ വിശ്വസിപ്പിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവര് വിശ്വസിക്കുന്ന, അവര് സ്നേഹിക്കുന്ന പല ആളുകളും പറയുന്നത് മറ്റേ ആളുകൾ വളരെ മോശമായിരുന്നു, അവരാണ്, ആ ഭാര്യമാരാണ് ഈ ഭർത്താവിനായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഇവിടെ ഞാൻ മെയിൽ പാർട്ട്ണർ ആണ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണുങ്ങളിലാണ് കൂടുതൽ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സ്ത്രീകളിൽ ഇല്ല എന്നല്ല, സ്ത്രീകളിലും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി സ്ത്രീകളിൽ കുറവും ആണുങ്ങളിൽ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്.
ഈ പഴയ പാർട്ട്നേഴ്സ്, ഇയാളുടെ എക്സ് പാർട്ട്നേഴ്സ് വന്ന് എന്തെങ്കിലും വാർണിംഗ് സൈൻസ് കൊടുത്താലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ വിക്ടിം വിശ്വസിക്കില്ല. കാരണം അവരെ പറ്റി ഓൾറെഡി ഒരു മോശപ്പെട്ട ഇമേജ് ആണ് നാർസിസിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് കുഴപ്പക്കാരാണ്, അവരെന്ത് പറയുന്നത് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളൊരു രീതിക്കാണ് വിക്ടിം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വൺസ് അവരെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ആ ട്രാപ്പിൽ തന്നെ നിലനിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് 3 ഫാക്ടേഴ്സ് ആണ്. നമ്പർ 1 ദ പവർ ഓഫ് ലവ് ബോംബിംഗ്, രണ്ടാമത്തത് ഐ എം ഡിഫറെന്റ്, ഞാൻ ഡിഫറെന്റ് ആണ്, ഇത്തവണ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള ഇല്യൂഷൻ, അതുപോലെ മൂന്നാമത്തത് എക്സ് പാർട്ട്നേഴ്സിനെ കുറിച്ചുള്ള സ്മിയർ ക്യാമ്പയിൻസ്. അതുകൂടാതെ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞൊരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബ്യൂസസ് വന്നാലും അബ്യൂസസ് തിരിച്ചറിയാൻ തുടങ്ങിയാലും അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻ എന്നുള്ളത് ഇത്തരത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. വീണ ഒരാളോട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവണമെന്നില്ല. അയാൾക്ക് നേരിട്ട് അനുഭവം വരുമ്പോൾ മാത്രമായിരിക്കും അത് മനസ്സിലാവുക. അപ്പോഴും ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരാളുടെ ട്രാപ്പിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറയാം. നമ്പർ 1, റിസർച്ച് ദർ പാസ്റ്റ്. അതായത് ഒരു പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കുക. ഒരു തവണ ഒരു മാരേജ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കണമെന്നില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി അയാളുടെ മാരേജസ് ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോ ഒരു തവണയാണെങ്കിൽ പോലും നമ്മൾ അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് പ്രീവിയസ് മാരേജ് വർക്ക്ഔട്ട് ആയില്ല എന്നുള്ളത് അന്വേഷിച്ചിട്ട് തന്നെയാണ് ആ വ്യക്തിയെ നമ്മുടെ പാർട്ട്ണർ ആക്കണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇനി കല്യാണം കഴിയാത്ത ആളുകളാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രീവിയസ് ഹിസ്റ്ററി നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന ലവ് അഫെയർസിൽ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ, റിപ്പീറ്റഡ് അബോർഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനത്തെ കേസസ് നമ്മളുടെ അടുത്ത് വരാറുള്ളതാണ്. നമ്പർ 2, ലിസൺ ടു ദെയർ എക്സ് പാർട്ട്നേഴ്സ്. അവരെ പഴയ പാർട്ട്നേഴ്സ് പറയുന്ന വേർഷനും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. അത് നിങ്ങൾ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കുക. ഒരു സൈഡിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ബ്ലൈൻഡ്ലി അത് വിശ്വസിച്ച് അതിനകത്തേക്ക് ചെന്ന് വീഴരുത്. ആൻഡ് തേർഡ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ട്രസ്റ്റ് ദെയർ ആക്ഷൻസ് ആൻഡ് നോട്ട് വേർഡ്സ്. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. അവർ പല പ്രോമിസസും തരായിരിക്കും, പല കാര്യങ്ങളും നമ്മളോട് പറയായിരിക്കും. ഞാൻ ചേഞ്ച് ആയി, ഇനി തൊട്ട് ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല, ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. എന്ത് പറഞ്ഞാലും അവർ പറയുന്ന വാക്കിനെയല്ല, അവരുടെ പ്രവൃത്തി അതനുസരിച്ച് മാറുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ട്രസ്റ്റ് ചെയ്യുക. അല്ലാതെ അവർ പറയുന്ന വാക്കിൽ നിങ്ങൾ വീണ് അതിൽ തന്നെ നിൽക്കരുത്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിലൊരു നാർസിസിസ്റ്റിന്റെ ട്രാപ്പിൽ പെട്ട് കിടക്കുന്നുണ്ടോ? അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കണം. ഇത്തരത്തിലുള്ള ഹിഡൻ സൈക്കോളജി ഫാക്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം മൈ ചാനൽ. താങ്ക് യു.